പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 2:17 വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു സംശയം, ഈ ഭയപ്പെടുന്നവർ എന്ന് പറയുമ്പോൾ ഇരുട്ടിനെ പേടി, അല്ലെങ്കിൽ ചില വ്യക്തികളെ പേടി, ചില അവസ്ഥകളെ പേടി. അപ്പോൾ ആ ഭയവും പേടിയൊക്കെ നമ്മെ സംബന്ധിച്ച് ഇത് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന ഭയമല്ല. ഇത് ശരിക്ക് ദൈവത്തോടുള്ള ഒരു അഗാധമായ സ്നേഹം, ആ ഒരു റെവറൻഷ്യൽ ഫിയർ എന്ന് നമ്മൾ സാധാരണ പറയില്ലേ, റെവറൻഷ്യൽ ഫിയർ. അങ്ങനെ ശരിക്കും ദൈവ സാന്നിധ്യം, തമ്പുരാൻ്റെ മുൻപിൽ കർത്താവ്, ഞാനാരുമല്ല നിൻ മുൻപിലൻ ദൈവമേ, ഞാൻ വെറും മണ്ണാണ്, ശൂന്യത മാത്രമാം. അതായത് ഈ ഒരു ബോധ്യമാണ് സഹോദരങ്ങൾ. ഭയപ്പെടുന്നവർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ഭയമല്ല അത് ശരിക്കും ഒരു റെവറൻഷ്യൽ ഫിയർ ആണത്. കർത്താവിന് അങ്ങനെയുള്ളവരെന്താ, കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം അവർ ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുൻപിൽ അവർ വിനീതരായിരിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ട ഒരു സംഭവമാണ് ദൈവമേ ഈ റെവറൻഷ്യൽ ഫിയർ, അതായത് ഒരു ബഹുമാനത്തോടെയുള്ള ഒരു ഭയം. അതായത് എൻ്റെ അവസ്ഥ, ഞാൻ എൻ്റെ ആ ഒരു അവസ്ഥ ശരിക്ക് ദൈവസന്നിധിയിൽ തമ്പുരാൻ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗിഫ്റ്റാണ് ഈ റെവറൻഷ്യൽ ഫിയർ എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ഭയം നമുക്കുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഭയം പ്രിയ സഹോദരങ്ങളെ വിശുദ്ധമായ ജീവിതത്തിന് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നമ്മുടെ ഉള്ളിൽ ചില ഒരു ഭയത്തിൻ്റെ ഒരു മേഖല, അതല്ല ശരി, ആ ഭയമല്ല, ഇറ്റ്സ് റെവറൻഷ്യൽ ഫിയർ. ആ ഒരു റെവറൻഷ്യൽ ഫിയറിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ഒരു ബോധ്യം, ദൈവമേ ഞാൻ ആരുമല്ല കർത്താവേ, ഒരു യോഗ്യതയില്ല കർത്താവേ, നീ മാത്രം, അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ തന്നെ വിനീതരാക്കാനായിട്ട് കർത്താവ് സഹായിക്കും. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.